ഹലോ ഹലോ നമസ്കാരം ശ്രീ മോഹനൻ, താങ്കൾ എങ്ങനെയാണ് വി എസ് അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? ഹലോ നമസ്കാരം. അച്യുതൻ എന്നുള്ള വാക്കിന് ഒരു അർത്ഥമുണ്ട് സാറേ. ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. അച്യുതൻ എന്നുള്ള വാക്കിന് ഒരു അർത്ഥമുണ്ട്. തീർച്ചയായും. ചുതം എന്നാൽ നാശം എന്നാണ്. അപ്പൊ അച്യുതൻ എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തവനെന്നാണ്. അതാണ് അച്യുതാനന്ദൻ. ഈ അന്ത്യവേളയില് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആലപ്പുഴയിലെ ചുടുകാട്ടില് അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്ന ആ മഹാനുഭാവന്റെ ആത്മാവ് ഈ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കുമ്പോൾ ഈശ്വരനോട് കൂടി മാത്രമായിരിക്കും നിലകൊള്ളുന്നത് എന്നും തൊഴിലാളി വർഗ തീർച്ചയായും വളരെയധികം നന്ദി. കേരള വിഷൻ ന്യൂസിനോടൊപ്പം തങ്ങളുടെ ഓർമ്മകൾ പങ്കുവച്ചതിന്, വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ചതിന്. ആലപ്പുഴയിൽ കയർ തൊഴിലാളി ആയിരിക്കെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ സഖാവ് പി കൃഷ്ണപിള്ള പി എസിലെ സമരാജ്ഞിയെ കണ്ടെത്തിയത്. ശോഭിക്കുന്ന യൗവനവും അസാമാന്യമായ നിശ്ചയദാർഢ്യവും പി എസിൽ കണ്ട കൃഷ്ണപിള്ള 40കളുടെ ആദ്യം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് നിയോഗിക്കുകയായിരുന്നു. കൊല്ലും കൊലയും പതിവായിരുന്ന ജന്മികളും അവരുടെ ഗുണ്ടകളും സംഘടനാ പ്രവർത്തനം ശാരീരികമായി തന്നെ ആക്രമിച്ചില്ലാതാക്കുന്ന കാലമായിരുന്നു. സമൂഹത്തിലെ നിസ്വർവർഗമായ ചേർത്തലയിൽ നിന്നും രമേശൻ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. നമസ്കാരം ശ്രീ രമേശൻ, താങ്കൾ എങ്ങനെയാണ് വി എസ് അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? അദ്ദേഹം ഒരു സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരു ധീര പോരാളിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഇന്ന് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തല ഉയർത്തി നിർത്താനും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി രൂപീകൃതമായതിനു ശേഷം അദ്ദേഹം ഈ 2025 വരെ അദ്ദേഹം മാത്രമാണ് നിലകൊണ്ടിരുന്ന 34 പേരിൽ ഒരാളായിട്ട് അദ്ദേഹം നിലകൊണ്ടൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നിര്യാണം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമല്ല ഈ രാജ്യത്താകെയുള്ള നിർധനരും നിരാലംബരമായിട്ടുള്ള ഈ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു തീരാ നഷ്ടമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പുന്നപ്പറ വയലാറിലൊക്കെ അദ്ദേഹം പ്രസംഗിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ആവേശകരമായ ആ പ്രസംഗം കേൾക്കുവാനും
അത് കേട്ട് സായുജ്യമടയുവാനും അദ്ദേഹത്തിന്റെ ആ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജനങ്ങൾ വന്ന് അദ്ദേഹത്തെ ആരവത്തോടുകൂടി കൈയടിച്ച് അദ്ദേഹം പറഞ്ഞു വിടുമ്പോൾ അതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ അദ്ദേഹത്തിന്റെ വേർപാടിൽ അതിയായ ദുഃഖവും ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ലാൽ സലാം സഖാവിന്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ രമേശൻ. നമ്മളോടൊപ്പം തൃശ്ശൂരിൽ നിന്നും സുമിത്രൻ ചേരുന്നു. നമസ്കാരം ശ്രീ സുമിത്രൻ, താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? VS അച്യുതാനന്ദനെ ഞാൻ ഓർത്തെടുക്കുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഒരു പ്രവർത്തകനായി താഴേക്കടയിൽ നിന്ന് വന്ന് അദ്ദേഹത്തിന്റെ 4ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ അമ്മയും 12ാമത്തെ വയസ്സിൽ അച്ഛനും മരിച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി, പ്രതിപക്ഷ നേതാവായി, മുഖ്യമന്ത്രിയായി കേരളത്തിലെ എല്ലാ പദവികളും അദ്ദേഹം വഹിച്ചിട്ടും അദ്ദേഹം താഴേക്കടയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സഖാവാണെന്നുള്ള ആ വിചാരം ആൾ ഒരിക്കലും മറക്കാത്ത ഒരു സഖാവാണ് സഖാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹം ഒരു പാർലമെന്ററി വ്യാമോഹത്തിന് വേണ്ടി ഒരു മലമേലാധ്യക്ഷന്മാരുടെ മുന്നിൽ മുട്ടുമടക്കിയിട്ടില്ല. അദ്ദേഹം നടത്തുന്ന സമരങ്ങൾക്ക് എതിരെ നിൽക്കുന്നത് ഈ നാട്ടിലെ എത്ര വലിയ പണക്കാരനായാലും പണച്ചാക്കായിരുന്നാലും ശരി, അതവരുടെ മുന്നിൽ നട്ടല് വളയ്ക്കാത്ത ഒരു ധീരനായ കമ്മ്യൂണിസ്റ്റുകാരനാണ് സഖാവ് VS അച്യുതാനന്ദൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുതന്നെ അതാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും. അദ്ദേഹം ഏറ്റെടുത്ത സമരങ്ങളെല്ലാതും തന്നെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ അദ്ദേഹം യാതൊരു വക വിട്ടുവീഴ്ചയും ഇല്ലാതെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും വലിയ കാര്യം. അദ്ദേഹത്തിന്റെ ഞാനും എന്റെ പാർട്ടിയും ഞങ്ങളെ കാട്ടൂരിലെ CPM പൊഞ്ഞനം ബ്രാഞ്ചും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വളരെയധികം നന്ദി താങ്കൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം. VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം വിലാപയാത്രയായി ഹരിപ്പാട് എത്തിയിരിക്കുകയാണ്. നിരവധി ആളുകളാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിന് അകമ്പടിയായി അദ്ദേഹത്തിനോടൊപ്പം യാത്ര തുടരുന്നത്. പതിറ്റാണ്ട് കാലം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഒരു വിപ്ലവ പോരാളിയാണ് മലയാളത്തിന് നഷ്ടമായിരിക്കുന്നത്. ജനങ്ങളുടെ നേതാവാണ് ഇപ്പോൾ വിട പറയുന്നത്. അദ്ദേഹത്തെ അവസാനമായി കാണുവാൻ നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. വലിയ ചുടുകാട്ടിൽ അദ്ദേഹം ഇനി അന്ത്യവിശ്രമം കൊള്ളും. പാർട്ടിക്കകത്തും പുറത്തും എക്കാലത്തും ഒരു റിബല്ലായിരുന്നു VS അച്യുതാനന്ദൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അഴിമതിയോടും സ്വജനപക്ഷപാതത്തോടും സന്ധിയില്ലാതെ പോരാടിയ ഒരു നേതാവായിരുന്നു. പാർട്ടി അച്ചടക്കത്തിൻ്റെ വാളൊന്നും അച്യുതാനന്ദനെ ഭയപ്പെടുത്തിയിരുന്നില്ല. ദിവാൻ CPയുടെ പട്ടാളത്തിന് നേരെ വാരിക്കുന്തവുമായി നീങ്ങി വെടിയേറ്റ് വീണ തൊഴിലാളികൾക്കൊപ്പം ഇന്ന് VSഉം അണിചേരും. പുന്നപ്ര വയലാർ സമരത്തിൽ വെടിയേറ്റ് വീണ സഖാക്കളെ കൂട്ടിയിട്ട് കത്തിച്ച മണ്ണിലാണ് ആലപ്പുഴയിലെ വലിയ ചുടുകാട്. സമരസഖാക്കൾ അന്തിയുറങ്ങുന്ന മണ്ണിലേക്ക് അവരിൽ ഒരാളായി VSഉം എത്തുകയാണ്. ഒരിക്കൽ കൂടി ലാൽ സലാം പറയാൻ തിങ്കളാഴ്ച ഒപ്പം ചേരുന്നു. ആന്റണി, നമുക്കറിയാം വലിയ ചുടുകാട്ടിൽ നിരവധി സഖാക്കൾ അന്തിയുറങ്ങുന്ന ഒരു സ്ഥലത്താണ് ഇനി VSഉം അന്തിയുറങ്ങാൻ പോകുന്നത്. അവരോടൊപ്പം ചേരുവാൻ പോകുന്നത് ഏതാനും നിമിഷങ്ങൾ മാത്രം, മണിക്കൂറുകൾ മാത്രമാണ്. അദ്ദേഹത്തെ അവിടെ സംസ്കരിക്കാനുള്ള മണിക്കൂറുകൾ മാത്രമാണ്. നിരവധി ആളുകളാണ് ഈ ഒരു വിലാപയാത്രയിൽ അദ്ദേഹത്തെ അവസാനമായി കാണുവാനായി ഒത്തുചേർന്നിരിക്കുന്നത്. ഈ ഒരു കനത്ത മഴയിൽ നമുക്കറിയാം കനത്ത മഴയും ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി വൈകിയും
നിരവധി ആളുകളാണ്. ഇപ്പോൾ 19 മണിക്കൂറുകൾ പിന്നിടുകയാണ്. എന്നിട്ടും ആലപ്പുഴയിൽ ഹരിപ്പാട് എത്തിയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര. ഇത് തന്നെ സൂചിപ്പിക്കുന്നത് എത്രമാത്രം പ്രിയങ്കരനായിരുന്നു, എത്രമാത്രം ജനപക്ഷത്ത് നിന്നിരുന്ന ഒരു നേതാവായിരുന്നു, ജനങ്ങളുടെ നേതാവായിരുന്നു, എത്രമാത്രം പ്രിയപ്പെട്ട ഒരു നേതാവിനെയാണ് മലയാളക്കരയ്ക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിന് നഷ്ടമാകുന്നത് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആന്റണി, തുടരാം. തീർച്ചയായും VS ഇതാ പിറന്ന മണ്ണിലേക്ക്, തൻ്റെ പോരാട്ടം തുടങ്ങിയ മണ്ണിലേക്ക് VS ഇതാ അടുത്തുകൊണ്ടിരിക്കുന്നു. ഹരിപ്പാട് എത്തിയിരിക്കുകയാണ്. VS-നെ വഹിച്ചുകൊണ്ടുള്ള KSRTC-യുടെ അലങ്കരിച്ച വാഹനം VS-നെ അവിടെ സ്വീകരിക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ. ഈ മണിക്കൂറുകളിൽ നമ്മൾ പിന്നിട്ട ഈ 19-ാം മണിക്കൂറിലും അവിടെ നിന്ന് തുടങ്ങിയ ആ ജനങ്ങളുടെ ഒഴുക്ക്, ആ സാഗരം, ആ മതിൽ, മനുഷ്യമതിൽ, തിരുവനന്തപുരത്തിൻ്റെ ദർബാർ ഹാളിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഹരിപ്പാട് എത്തി നിൽക്കുമ്പോഴും അണമുറിയാതെ ഇടമുറിയാതെ ആ മനുഷ്യമതിൽ VS എന്ന ജനനായകനെ, നെഞ്ചിലേറ്റിയ പ്രിയ സഖാവിനെ, പോരാട്ട നായകനെ, പാവപ്പെട്ടവർക്കൊപ്പം നിന്ന, മനുഷ്യത്വത്തിനൊപ്പം നിന്ന, മനുഷ്യർക്കൊപ്പം നിന്ന VS എന്ന വിപ്ലവ സൂര്യനെ ഇതാ നാട് യാത്രയാക്കുകയാണ്. ജന്മനാട്ടിലേക്ക് VS അടുക്കുന്നു. പുന്നപ്രയുടെ മണ്ണിലേക്ക് VS അടുക്കുന്നു. വിപ്ലവ ഭൂമിയിലേക്ക്, പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ സ്മരണകൾ ഉറങ്ങുന്ന പുന്നപ്രയുടെ മണ്ണിലേക്ക് VS-ഉമായുള്ള വാഹനം ഇതാ VS തൻ്റെ പ്രിയപ്പെട്ട മണ്ണിലേക്ക് VS മടങ്ങുകയാണ്. കഴിഞ്ഞ കുറേ കാലം തൻ്റെ രാഷ്ട്രീയ തട്ടകമായ തിരുവനന്തപുരത്തോട് ഇന്നലെ VS വിട പറഞ്ഞു. വികാരനിർഭരമായ യാത്രയപ്പാണ് തലസ്ഥാനം VS-ന് നൽകിയത്. എത്രയോ മണിക്കൂറുകളാണ് തിരുവനന്തപുരം ജില്ല മാത്രം പിന്നിടാൻ VS-യുമായുള്ള ആ വിലാപയാത്രയ്ക്കെടുത്തത്. പിന്നീട് കൊല്ലവും എടുത്തു മണിക്കൂറുകൾ. ഇപ്പോൾ ഏതാണ്ട് 6 മണിയോട് കൂടി മാത്രമാണ് ആലപ്പുഴ ജില്ലയിലേക്ക് വിലാപയാത്ര പ്രവേശിച്ചത്. ഇപ്പോൾ ഇനി ഹരിപ്പാട്ടിലേക്കാണ് വരുന്നത്. ഇനിയും ദൂരം ബാക്കിയാണ് പുന്നപ്രയിലേക്ക്. ആ വഴിനീളെ, ഈ കടന്നു വരുന്ന വഴിനീളെയൊക്കെ കർഷക തൊഴിലാളികളുണ്ട്, സാധാരണക്കാരായ നിരവധി മനുഷ്യരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, വയസ്സായവരുണ്ട്, കുട്ടികളുണ്ട്. പലപ്പോഴും നമ്മൾ ആ മുദ്രാവാക്യം വിളികളൊക്കെ കുട്ടികളൊക്കെ ഏറ്റവും ഉറക്കെ ഉച്ചത്തിൽ വിളിക്കുന്നത് നമ്മൾ കേട്ടിരുന്നു. കണ്ണേ കരളെ VS-എ എന്ന് വിളിക്കുന്നത് നമ്മൾ കണ്ടു. ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് വിളിക്കുന്നത് കണ്ടു. അങ്ങനെ മുദ്രാവാക്യങ്ങൾക്കിടയിലൂടെ, തൊണ്ടയിടറിയ മുദ്രാവാക്യങ്ങൾക്കിടയിലൂടെ പലരുടെയും മിഴികൾ നിറയുന്നുണ്ട്, ശബ്ദങ്ങൾ ഇടറുന്നുണ്ട്. ഒരു നോക്ക് കാണാൻ പലരും ആ വാഹനത്തിനടുത്തേക്ക് ഓടിയെത്തുന്നുണ്ട്. ചിലർക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല, ചിലർക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ VS-ന് അരികിലേക്ക് എത്താനായല്ലോ എന്ന ഒരു സന്തോഷം, ഒരു സമാധാനമുണ്ട് പലരുടെയും മനസ്സിലിതാ. ആ വാഹനം അതിവേഗം നീങ്ങി ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹരിപ്പാട് പിന്നിട്ട് വാഹനം മുന്നോട്ട് നീങ്ങുന്നു. പുന്നപ്രയിൽ എത്തേണ്ട സമയം കഴിഞ്ഞു. ഇന്നലെയൊക്കെ നമ്മൾ നിശ്ചയിച്ചതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ആലപ്പുഴ DC ഓഫീസിൽ പൊതുദർശനം തുടങ്ങേണ്ട സമയമായിരിക്കുന്നു. 10 മണിക്ക് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനം തുടങ്ങേണ്ട സമയം അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇല്ല, ഇനിയും പക്ഷേ ആ സമയങ്ങളെല്ലാം തെറ്റിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് VS എന്ന ജനനായകനെ ജനം ഇല്ല, ഞങ്ങൾ കണ്ടിട്ടേ പോകൂ. എത്ര വൈകിയാലും സാരമില്ല, എത്ര മഴ പെയ്താലും സാരമില്ല, എത്ര തണുപ്പുണ്ടെങ്കിലും സാരമില്ല, ഞങ്ങൾക്കൊരു നോക്കെങ്കിലും കാണണം പ്രിയപ്പെട്ട സഖാവിനെ, ഒരു ലാൽസലാം പറയണം അവസാനമായി എന്ന് പറഞ്ഞാണ് പലരും ഇന്നലെ വളരെ വൈകിയും കൊല്ലത്തും ആറ്റിങ്ങലിലും അടക്കം തിരുവനന്തപുരത്ത് അടക്കം കാത്തുനിന്നത്. ഇപ്പോഴും ആ കാഴ്ച പലയിടങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ജനങ്ങൾ നിൽക്കുന്നു, മുദ്രാവാക്യം മുഴക്കുന്നു, ഒന്ന് കാണുന്നു. ആ VS-ന്റെ ആ ഭൗതിക മൃതദേഹം കിടത്തിയിരിക്കുന്ന ആ ഫ്രീസറിൽ ഒന്ന് തൊടുന്നു. അവർക്ക് അത് മതി എന്നുള്ളതാണ്. അങ്ങനെ ഇതാ VS പുന്നപ്രയുടെ മണ്ണിലേക്ക്, പുന്നപ്ര വയലാറിൻ്റെ ധീരരക്തസാക്ഷികൾ ഉറങ്ങുന്ന മണ്ണിലേക്ക് VS അടുക്കുന്നു. വലിയ ചുടുകാട്ടിലെ ചൊരിമണലിൽ ഇനി VS-ഉം ധീരരക്തസാക്ഷികൾക്കൊപ്പം ഒരു ഓർമ്മയായി ജ്വലിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ പോകുന്നത് വേലിക്കകത്ത് വീട്ടിലേക്കാണ്. VS ജനിച്ചു വളർന്ന VS ആയ ആലപ്പുഴയുടെ മണ്ണിലേക്കാണ് VS പോകുന്നത്. ആദ്യം വേലിക്കകത്ത് വീട്ടിൽ കൊണ്ടുപോകും, അവിടെ സഹോദരിയുണ്ട്. അതിനുശേഷമായിരിക്കും ആലപ്പുഴ DC ഓഫീസിലേക്ക് VS-നെ കൊണ്ടുപോവുക. അതിനുശേഷം ആലപ്പുഴ ബീച്ചിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കും എത്തിച്ചേരും. അങ്ങനെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. വലിയ ചുടുകാട്ടിലാണ് വൈകുന്നേരം സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന
പ്രസ്ഥാനത്തിന്റെ ആചാര്യനായ പി കൃഷ്ണപിള്ള, MN ഗോവിന്ദൻ നായർ, S കുമാരൻ, CK ചന്ദ്രപ്പൻ, R സുഗതൻ, TV തോമസ്, PT പുന്നൂസ്, ജോർജ് ചടയമുറി, PK ചന്ദ്രാനന്ദൻ, KR ഗൗരിയമ്മ, PK പത്മനാഭൻ, TV രമേശ് ചന്ദ്രൻ, MK സുകുമാരൻ, CG സദാശിവൻ, N ശ്രീധരൻ, V സൈമണാശാൻ, KC ജോർജ്, VK വിശ്വനാഥൻ, PK കുഞ്ഞച്ചൻ, KK കുഞ്ഞൻ, CK കേശവൻ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഓർമ്മകൾക്കരികിലേക്കാണ് VS-ഉം എത്തുന്നത്. അവിടെയാണ് VS-ഉം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ജീവനും ജീവിതവും നൽകിയ ആ വലിയ നേതാക്കൾക്കൊപ്പം ഇനി VS-ഉം വലിയ ചുടുകാടിലെ ഓർമ്മകളിലെ കുടീരമായി VS-ഉം മാറും. വൈകുന്നേരത്തോടു കൂടി ആ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ സാവധാനം ഇന്നലെ ഈ യാത്ര പുറപ്പെടും മുമ്പ് തന്നെ നിശ്ചയിച്ച് ഒരുപക്ഷെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ യാത്ര ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ രാത്രി 9 മണിക്ക് എത്തില്ല എന്നുള്ളത്. ഇന്ന് ആലപ്പുഴയിലേക്ക് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി വിലാപയാത്ര ആലപ്പുഴയിൽ എത്തുമെന്നാണ് നിശ്ചയിച്ചിരുന്നതെങ്കിൽ പക്ഷേ ഇപ്പോൾ സമയം 9:30 ആകുന്നു. 19 മണിക്കൂറിലേക്ക് പിന്നിടുന്നു. അപ്പോഴും ആലപ്പുഴ ഹരിപ്പാട് മാത്രമാണ് വിലാപയാത്ര എത്തിയിട്ടുള്ളത്. ഇനിയും പുന്നപ്രയിലേക്ക് ദൂരമുണ്ട്. ആ വഴിത്താരകളിലൊക്കെ നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. പ്രായമായവരും കുട്ടികളുമടക്കം മുദ്രാവാക്യം മുഴക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ പ്രായഭേദമന്യേ എത്രത്തോളം പ്രിയങ്കരനായിരുന്നു VS എന്ന ആ നേതാവ് രാഷ്ട്രീയ കേരളത്തിന് VS എത്രത്തോളം പ്രാധാന്യമുള്ള നേതാവായിരുന്നു. VS-നെ എത്രത്തോളം ജനം സ്നേഹിച്ചിരുന്നു. ആ സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ ആ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ VS എത്രത്തോളം ജീവിക്കുന്നു. പലരും ജോലിയൊക്കെ മാറ്റിവെച്ച് VS എന്ന ആ മനുഷ്യന് വേണ്ടി, VS എന്ന ആ രണ്ടക്ഷരത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ മനുഷ്യർ നമ്മളോട് നിരവധി ആളുകൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ വാട്സപ്പ് ലൈവിലൂടെയും ഫോണിലൂടെയും ഒക്കെയായി നിരവധി ആളുകൾ സംസാരിക്കുന്നു. പലർക്കും VS-നെ നേരിട്ട് പരിചയമില്ല. പക്ഷേ VS അവരുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. VS അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. VS-നെ അവരൊക്കെ സ്നേഹിക്കുന്നു. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചുപോയി കഴിഞ്ഞാൽ, വിട പറഞ്ഞാൽ എങ്ങനെയാകും ഉണ്ടാകുന്ന സങ്കടം എന്നുള്ളതാണ് പലരെയും നമ്മൾ കാണുന്നത്. പലരും പൊട്ടിക്കരയുന്ന കാഴ്ച നമ്മൾ ഈ മണിക്കൂറുകളിലൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ പുന്നപ്രയുടെ മണ്ണിലേക്ക് എത്തുകയാണ്. VS-നെ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ച, VS-നെ അവരുടെ ഏറ്റവും സ്നേഹം വാരി നൽകിയ പുന്നപ്രയുടെ മണ്ണിലേക്ക്, VS ജനിച്ചു വളർന്ന VS-ന്റെ മണ്ണിലേക്ക് VS എത്തുമ്പോൾ ആ ജനം ഇനി എങ്ങനെയായിരിക്കും? വൈകാരികമായൊരു സ്വീകരണമായിരിക്കും. വൈകാരികമായി തന്നെയായിരിക്കും VS-നെ അവരവിടെ സ്വീകരിക്കുക, VS-നെ അവർ യാത്രയാക്കുക. VS നമുക്കറിയാം കർഷക പ്രസ്ഥാനത്തിലൂടെയാണ്, അല്ലെങ്കിൽ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് പൊതുപ്രവർത്തനം സജീവമായി VS തുടങ്ങുന്നത്. പി കൃഷ്ണപിള്ള, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആചാര്യനായ പി കൃഷ്ണപിള്ളയാണ് അദ്ദേഹത്തിന്റെ കഴിവ് കണ്ടുകൊണ്ട് ആലപ്പുഴയിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാനായി VS-നെ നിയോഗിക്കുന്നത്. ആ കർഷകർക്കിടയിൽ നിന്ന് തുടങ്ങിയതാണ്, അടിസ്ഥാന വർഗത്തിനൊപ്പം അവിടെ നിന്ന് തുടങ്ങിയതാണ് VS-ന്റെ രാഷ്ട്രീയ പ്രവർത്തനം. അവസാന കാലം വരെ VS എന്നും ആ അടിസ്ഥാന വർഗത്തോടൊപ്പം, സാധാരണക്കാരോടൊപ്പം VS നിലയുറച്ചിരുന്നു. നീതികേട് എവിടെയുണ്ടോ അവിടെയൊക്കെ VS ശബ്ദമായി ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. തുടരുക നമ്മളോടൊപ്പം ഒരു പ്രിയ പ്രേക്ഷകൻ കേരള വിഷൻ ന്യൂസിനോടൊപ്പം VS-ന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. ശ്രീ വിശ്വനാഥ് ചെട്ടിയാർ, സമരങ്ങളുടെ ജനനായകന് കേരളം വിട നൽകാൻ ഒരുങ്ങുകയാണ്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹവുമായി ഉള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്? ഒരു 4 പതിറ്റാണ്ടിലേറെയായി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പതിവായി കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ജില്ലയിൽ എവിടെ ഉണ്ടെങ്കിലും പരമാവധി അവിടെ എത്തി അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഉണ്ടായിരുന്ന ഒരാളാണ്. പതിവായി വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലും അതുപോലെ ചേർത്തല താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലുമൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് അതിൽ ആവേശഭരിതനായിട്ടുണ്ട് ഞാൻ. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് അതിൽ നിന്ന് ഊർജം നേടി പൊതുപ്രവർത്തനം, ആ ഊർജം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഒരു പുരുഷായുസ് മുഴുവൻ അധസ്ഥിത വർഗത്തിന് വേണ്ടി പൊരുതിയ ഒരു യോദ്ധാവായിരുന്നു VS എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്.
അദ്ദേഹത്തിന്റെ വീടിന് അധികം അകലെ അല്ലാതെയാണ് എൻ്റെ ഭാര്യ വീടും. അദ്ദേഹത്തിന്റെ വീട് പലതവണ ഞാൻ അദ്ദേഹത്തിന്റെ വീട് സമീപത്തുകൂടി, പുന്നപ്രയിലുള്ള അദ്ദേഹത്തിന്റെ വീട് സമീപത്തുകൂടി യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു ജീവിതകാലം മുഴുവൻ അധസ്ഥിത വർഗത്തിന് വേണ്ടി നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ച യഥാർത്ഥ സഖാവായ, ലാഭേച്ഛ കൂടാതെ സഹകരിക്കുന്നവൻ എന്നാണല്ലോ സഖാവ് എന്ന വാക്കിന്റെ വിവക്ഷ. അത് യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ പൊതുസമൂഹത്തിന് വേണ്ടി നിലകൊണ്ട ഒരു മഹാനായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ ഊർജം ഉൾക്കൊണ്ട് ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് ഈ പുതിയ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി അനുശോചനം അറിയിക്കുന്നു. നന്ദി ശ്രീ വിശ്വനാഥ ഷെട്ടിയാർ. കേരള വിഷൻ ന്യൂസിലൂടെ വിളിക്കുന്ന ഓരോ പ്രേക്ഷകനും പറയാനുള്ളത് VS എന്ന മഹാജനകീയ നേതാവിൻ്റെ ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. അദ്ദേഹം പകർന്നു നൽകിയ ഊർജമാണ് ഓരോ അണികളിലും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സ്നേഹത്തിൻ്റെ ഓർമ്മ പൂക്കൾ ഇപ്പോൾ VS എന്ന മഹാജനനായകന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹരിപ്പാട് പിന്നിട്ട് കരുവാറ്റയിലേക്ക് നീങ്ങുകയാണ് VS വഹിച്ചുള്ള വിലാപയാത്ര. റോഡിന്റെ ഇരുവശങ്ങളുമായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങൾ എന്താണ് VS എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ജനനായകൻ നമുക്ക് സമ്മാനിച്ചു തന്ന ഓരോ പ്രവർത്തനങ്ങളും നിലപാടുകളും ആശയങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ ജനങ്ങളും അദ്ദേഹത്തിന് അന്ത്യയാത്രാമൊഴി നൽകുകയാണ്. സ്വന്തം ജന്മനാട്ടിലേക്ക്